ആ ആ. മക്കു, മക്കനു. കേട്ടോ കേട്ടോ ശബ്ദം കേട്ടോ? മക്കനു, മക്കനു. വാ. ആ, ആ, ആ. ഡേയ്, ഡേയ്. മക്കനു. ശബ്ദം കേട്ടോ? എത്ര ദിവസമായി ഞാൻ പറയുന്നു കുറച്ച് നല്ല ടോയ്സ് വാങ്ങണോന്ന്. ശ്ശെ. ഇവൾക്കിപ്പോ ഇതൊക്കെയാണ് ഇഷ്ടം. ആരെങ്കിലും വന്ന കണ്ടാ തന്നെ എന്തൊരു കുറച്ചില്ല. കുഞ്ഞുങ്ങൾക്ക് മാനസിക വളർച്ച ഉണ്ടാകണമെങ്കിലേ നല്ല നല്ല കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഇതൊക്കെ കണ്ടു വളർന്നാലേ വല്ല ആക്രിക്കാരെ അവരെ വഴിയുള്ളൂ. സമയാവട്ടെ. ഇപ്പോ ചെറിയ ടോയ്സിന്റെ ഒക്കെ വില കേട്ടാ നീ ഞെട്ടും. ദേ ഇത്രയും വലിപ്പമുള്ള ഒരു ആനക്കുട്ടിയുടെ കളിപ്പാട്ടത്തിന് ടോയ് ഷോപ്പിൽ ചെന്ന് വില ചോദിച്ചപ്പോ ഭഗവാനാണ് ഞാൻ ഞെട്ടിപ്പോയി. കുറച്ച് പൈസ കൂടി ഇട്ടാ മതി, ജീവനുള്ള ഒരു ആനക്കുട്ടിയെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എത്ര രൂപയായാലും വേണ്ടില്ല, മോക്ക് വേണ്ടി നമുക്ക് കുറച്ച് നല്ല ടോയ്സുകൾ വാങ്ങണം. ഓ ആ ബാ, എന്റെ മക്കൂന് ഇതൊക്കെ മതി അല്ലടാ കൂട്ടാ. പിന്നെ പെൺകുട്ടിയാണ്, ഒരു കരുതലൊക്കെ വേണം. കളിപ്പാട്ടം വാങ്ങിച്ച് വെറുതെ കാശൊന്നും കളയാൻ പറ്റില്ല. ഓ മോൻ പറഞ്ഞതാ അതിന്റെ ശരി. കുട്ടികൾക്ക് ഇത്ര ചെറുപ്പത്തിലെ കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുത്ത് വഷളാക്കാൻ പാടില്ല. ആ കേട്ടോ? അതെ, കാർത്തിയാനമ്മയുടെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. ഷടാ, ഒരു ഇന്ത്യൻ പൗരക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അല്ലേ? അതെ, നിങ്ങൾ ഇനി ഇതിന്റെ പേരിൽ പുക്കാറൊന്നും ഉണ്ടാക്കണ്ട. കൊച്ചിന് കളിപ്പാട്ടം വേണം, അത്രയല്ലേ ഉള്ളൂ. അതെ, കാശ് ഞാൻ കൊടുക്കാം. വേണ്ട. അല്ല ഞാൻ കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. ഞാൻ കൊടുക്കാം. എന്നാ ആശാൻ കൊടു. ഞാൻ കൊടുക്കാം. അല്ല തങ്കപ്പന് നിർബന്ധമാണെങ്കിൽ തങ്കപ്പ കൊടുക്കട്ടെ അല്ലേ? കൊടു. അയ്യോ, അല്ലെങ്കിൽ വേണ്ട, തലയിരിക്കുമ്പോ വാലാടാൻ പറ്റില്ലല്ലോ. ചേട്ടൻ തന്നെ കൊടുക്ക്. നല്ല തലയല്ലേ ഇത്? അല്ല നിങ്ങൾ ആരെങ്കിലും കൊടു. നീ കൊടുക്കാന്ന് പറഞ്ഞല്ലേ? പിന്നെന്ത്? അതെ, നിങ്ങളാരും തരണ്ട. കണ്ട, അതാണ് ഒരു ആട്ടോക്കാരന്റെ മനസ്സ്. വാ, വാ. നിക്ക് നിക്ക് നിക്ക്. നിന്റെ നിന്നൊക്കെ കാശ് വാങ്ങി എനിക്ക് അറിയാടാ. അയ്യ ചുമ്മാ എന്താ പ്രശ്നം? അല്ല, ഈ ഓട്ടോ ചാർജ് കൊടുക്കാൻ ഞങ്ങളെല്ലാം കൂടെ ഒരു തർക്കം. ഇനി അതിന്റെ പേരിലൊരു ബഹളം വേണ്ട. എന്ത് കൊടുത്താ പോരാ? കാശ് അശോക് സാർ കൊടുത്തോളൂ. അല്ല, നല്ലൊരു സൊല്യൂഷൻ ആണ്. നോക്കട്ടെ. ഇത്രയുള്ള 110 രൂപ കൊടുത്തരാം. കൊടു, അല്ലെങ്കിൽ വെയിറ്റിംഗ് ചാർജ് കൂടും. അവിടെ നില്ലേ, നീ ആരുടെ കയ്യിലാ പിടിച്ചത്? AKCPയുടെ ജനറൽ സെക്രട്ടറിയുടെ കയ്യിലാ പിടിച്ചത്. അണികൾ അറിഞ്ഞാ പണികൾ കിട്ടും കേട്ടാ. കണികളില്ലാത്തത് അവന്റെ ഭാഗ്യമായി പോയി. എവിടെ ഭാരതി ചേച്ചി പൊന്നമ്മയൊക്കെ? അവരൊക്കെ വരും. ഞങ്ങൾ ഇപ്പോൾ വന്നത് അശോക് സാറിനെ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അല്ല, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. സന്തോഷം കണ്ട് ഞാൻ ഞെട്ടിപ്പോയില്ലോ. മോനെ കുക്കുടു. മോനളെ കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, മാമന്റെ അടുത്ത് വേടാ, മക്കള് വല്യച്ഛന്റെ അടുത്തൊന്നും ഈ അങ്കിൾമാരുടെ കൂടല്ലേ കണ്ണാടി ഊരി മാറ്റി കൊച്ചു പേടിക്കോ. സംഗീതം വർദ്ധിക്കല്ലോ. നല്ല പേരാണല്ലോ, കൊച്ചുമുള്ളി എസ് അശോക്. നല്ല പേരിടാൻ പറഞ്ഞല്ല, എന്റെ ദേഹത്തിട്ട് കൊച്ചുമുള്ളി. അച്ഛനാകുമ്പോ കുഴപ്പമില്ല. മായേ, കുഞ്ഞിനെന്താ പേരിട്ടിരിക്കുന്നത്? നല്ല പേരൊന്നും സെലക്ട് ആയിട്ടില്ല. ഞാൻ വിളിക്കുന്നത് മക്കുനൂന്നാ. അയ്യേ, മക്കുനൂന്നാ? ആശാനെ, മോക്ക് വേണ്ടി നല്ലൊരു പേര് സെലക്ട് ചെയ്ത. പേരിടാൻ കാലനാട്ടോ. ഞാൻ എത്രയോ കുട്ടികൾക്ക് വേണ്ടി പേരിടൽ കർമ്മം നടത്തിയിരിക്കുന്നു. എല്ലാ സൂപ്പർ ഹിറ്റുകളാണ്. ഒരു പേര് പറ. നല്ല പേരുകൾ അറിയാം. പറ, നല്ല പേര് പറ. റോസാപ്പൂവിന്റെ കണ്ണുകളോട് കൂടിയവൾ. നീ എന്താ മുക്കിയത്? ചൊറി പിടിച്ച അമ്മൂമ്മമാർക്കിടാൻ പറ്റും. അത് പഴയ പേരാണ്. ഇയാളൊരു പേരിടും. ഷോയോ? അങ്ങനെ ഒരു പേരുണ്ടോ? അത് കൊള്ളാം. ശോക എങ്ങനെയുണ്ട് മായേ? ശോക. എന്നാ പിന്നെ മായയുടെ പേരോട് അതിന്റെ കൂടെ ചേർത്ത് ശോകമയോ നാക്കും. ഒന്ന് പോടെ അവിടെ നിന്ന് ഒരുമാതിരി പേര് കൊണ്ട് വന്നിരിക്കുന്നു. മനസ്സിലായി? പേരിൽ എപ്പോഴും ഒരു ഫ്രഷ്നെസ് വേണം. അമ്പുജാഷി, ഗോമതി, ജാനമ്മ, അതൊന്നും ശരിയാവത്തില്ല. അതൊന്നും ശരിയാവില്ല. എന്നാ ബാലപചേട്ടൻ ഒരു പേര് പറ. ഞാനൊരു പേര് പറയട്ടെ? നല്ല പേരാണ്. നൂനു. നൂല? നൂല അതല്ല, നൂനു. നൂനു.
നൂനു എന്ത് ബെസ്റ്റ് പേരല്ലേ? തിരക്കേടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നൂനു മോളെ, നൂനു കുട്ട, നൂനു, നാനു, നൂനു. കണ്ട ചിരിക്കുന്നുണ്ടാ? പേര് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. സത്യം പറഞ്ഞ എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ അതിനിടാൻ വെച്ചിരുന്ന പേരാ നൂനു. നടക്കാത്ത കാര്യം. നീ ആഗ്രഹിച്ച് കണ്ടുപിടിച്ച പേരല്ലയോ, അത് അധികം ഫ്ലാഷ് ആക്കണ്ട. നീ അത് എന്തെങ്കിലും പിറക്കുന്ന കുഞ്ഞിനിടുന്നതാ നല്ലത്. അതിന് സമയം ഇനി ഒരുപാട് എടുക്കുമല്ലോ. അതെ അതെ, എനിക്കോ എന്റെ കാര്യം. കുഞ്ഞിന് വിശക്കുന്നുണ്ടോ? ആ, എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ അതല്ല, കഴിക്കാം. കുഞ്ഞിന് വിശക്കുന്നു. വല്ലാത്ത വിശപ്പേ. ബാബാ അത്ര ആ, സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ല, കുഞ്ഞ് കരഞ്ഞ് നമുക്ക് വിശക്കുന്നെന്ന് മനസ്സിലായിട്ടാ. കേട്ടാ, എളുപ്പവാ. ഏതായാലും പ്രസവം വീട്ടിൽ വെച്ചായതുകൊണ്ട് തനിക്ക് കുറച്ച് പണം ലാഭിക്കാൻ കഴിഞ്ഞു അല്ലേ? ആ അതെ, ആശുപത്രി ചെലവെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന തുകയെന്ന് ഒരു രൂപ പോലും ചെലവായില്ല. പക്ഷെ അതിൽ നിന്ന് കുറച്ച് പൈസ ഉടൻ ചെലവാക്കേണ്ടി വരും. ആ, ഒരു കൊച്ചിന്റെ തന്തയായിട്ട് ചെലവ് ചെയ്യാതെ രക്ഷപ്പെടാന്ന് വിചാരിച്ചാ വിടില്ല ഞങ്ങള്, അല്ലേ? ഒക്കെ ഒരു അതെ അതെ സന്തോഷം. അതെ. കുഞ്ഞു പിറക്കുമ്പോഴും ഫസ്റ്റ് പോളിയോ എടുക്കുമ്പോഴും ചെലവ് നടത്തുക എന്നുള്ളത് ഈ ജവഹർ കോളനിയിലെ അലിഖിതമായ ഒരു നിയമമാണ്. അലിയുന്ന നിയമോ? ഈ എഴുതി വെക്കാത്ത ആ, നിയമം. അങ്ങനത്തെ നിയമമാണ്. നമുക്ക് ഈ ഓണത്തിന് ഒരു ചെറിയ പാർട്ടി ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഓഹോ. അതുപോലെ തിരുവോണം പ്രമാണിച്ച് ആരെങ്കിലും അയൽവക്കത്ത് പോയി സദ്യ കഴിക്കുവോ? അതെ അതെ അതെ. ദേ, ഓണത്തിന് ഞങ്ങളൊരു കൂട്ട പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. അതെ. ആ അശോകമ്പ, നമുക്ക് സിറ്റി സ്റ്റാർ വരെ പോകാം. ആ, അത് തന്നെ. ഒരു കാശൂടെ എടുത്തോ. വാ, എളുപ്പം വാ, അതാ എടുക്കും, കഴിക്കുന്നു. വേഗം എടുക്കും. അല്ല ഇപ്പൊ തന്നെ പിന്നെ ഇത് കാർത്തിക ഞാൻ വിചാരിച്ചത് രസനായിരിക്കുമെന്ന്. എളുപ്പം കുടിക്കേ, എനിക്ക് മറ്റേത് കുടിച്ചോളാൻ വയ്യ. ഇന്ന് വേണോ? നമുക്ക് വേറെ ദിവസം പോരെ? എന്തോ അത് ശരിയാകത്തില്ല. ഈ ഞായറാഴ്ച എങ്ങനെ ആഘോഷിക്കുന്നു കരുതിയിരിക്കുമ്പോഴാ ഒരു ഡെലിവറി കേസ് ഒത്തു ആ, അതെ, അതെ. പോകാന്നേ വാ. നമുക്ക് കൂടി. ഞാൻ വരാം. ആ വന്നം. ആ ഹോട്ടലിന്റെ പേരെന്താ പറഞ്ഞ? സിറ്റി സ്റ്റാർ. വാ വാ. എന്റെ അശോകേട്ടാ, ഇനി നെഞ്ചു തടിച്ച് നിലവിളിച്ചിട്ട് എന്താ കാര്യം? പാർട്ടിയും ചെലവൊക്കെ ഇതിന്റെ കൂടെയുള്ളതല്ലേ? എന്നാലും 2450 രൂപ. ഓ, ഇനി അതും പറഞ്ഞുകൊണ്ടിരുന്നു. കള അശോകേട്ടാ. അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുഖത്ത് നോക്കി തുറന്നു പറയണായിരുന്നു എനിക്ക് ഈ പാർട്ടിയും കൂടുതലൊന്നും ഇഷ്ടമല്ലാന്ന്. അതിനുള്ള സമയം അവർ തരണ്ടേ? വളരെ പെട്ടെന്നായിരുന്നു അവരുടെ ആക്രമണം. ഇനി എന്ത് ചെയ്യും? ചെയ്യാനൊന്നുമില്ല. ഈ 2450 രൂപ എങ്ങനെയെങ്കിലും മുതലാക്കണം. എങ്ങനെ? നമുക്ക് മോളുടെ ബർത്ത്ഡേ ചടങ്ങ് ഗ്രാൻഡായിട്ട് ആഘോഷിക്കണം. അതിന് മോക്ക് ഒരു വയസ്സ് തികഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു തികഞ്ഞിട്ടില്ല എന്ന്? 10ാം മാസമല്ലേ നീ പ്രസവിച്ചത്? അതെ. ആ, അപ്പോ 2 മാസം കൂടി കഴിയുമ്പോ കുഞ്ഞിന് 1 വയസ്സ് പൂർത്തിയാവും. അതാണ് ശരിക്കുള്ള കണക്ക്. എന്ത് കണക്ക്? ചുമ്മാ വടത്തരം പറയല്ലേ. നിന്നാണമായി ഞാൻ വട്ടു പറഞ്ഞല്ല. നിറവയറോടെ ഇരിക്കുമ്പോ പറയാറില്ലേ 6 മാസമായി 8 മാസമായി എന്നൊക്കെ. അതിന് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കണക്കാ. അല്ലാതെ കുഞ്ഞിന് 3 മാസമായി 6 മാസമായി ആ കണക്ക് ശരിയല്ല. അല്ല അശോകേട്ടൻ എന്താ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ഒന്നാലോചിച്ചാൽ സാർ പറഞ്ഞു ശരിയാ. ആ. വാർഷിക വിളവെടുപ്പ്, കാർഷിക വിളവെടുപ്പ് അല്ല, കണക്ക് വെച്ച് നോക്കിയാ ആ കൊച്ചിന് 2 മാസം കഴിയുമ്പോ 1 വയസ്സാകണം. ആണേ. ഇത് ഞാൻ ആദ്യമായിട്ട് കേക്ക്. ഞാനും. പക്ഷേ ഇതൊരു പുതിയ കണ്ടുപിടുത്തമായിട്ടാ എനിക്ക് തോന്നുന്നത്. എനിക്കും. കറക്റ്റ്. സമ്മതിച്ചു. ഇപ്പൊ രണ്ടാക്ക് എന്ത് വേണം? ഒരു പ്രീ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കണം. എന്റെ അശോകേട്ടാ, ആരെങ്കിലും കേട്ടാ കളിയാക്ക് നമ്മളെ. ചോദിക്കുകയാണെങ്കിൽ ഒരു പേരിടൽ ചടങ്ങ് നടത്തുകയാണെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ടെന്താ? പേരിടൽ ചടങ്ങിന് വരുന്നവര് എന്തായാലും കൈയും വീശി വരില്ലല്ലോ. നൂലുകെട്ട് ചടങ്ങിനോ പ്രതീക്ഷിച്ചത്ര കളക്ഷൻ കിട്ടിയില്ല. ഇതിനെങ്കിലും എന്തെങ്കിലും കുറച്ച് ഒപ്പിക്കണം. കിട്ടും. അത് വേണം. ഈ കോളനിലെ കൊച്ചമ്മമാരെ മോക്ക് കൊണ്ടുവന്ന വളയും മോതിരവും ഒക്കെ ഞാൻ കണ്ടതാ. ഒരുമാതിരി ചകിരി നാര് പോലെ. അതെ, 2450 രൂപയാണ് ഇന്നലെ എനിക്ക് ചെലവായത്. അതെങ്കിലും തിരിച്ചു പിടിക്കണം. അത് വേണം. സാറ് ധൈര്യമായിട്ട് ആളുകളെ വിളിച്ചോ. മുൻകൂർ പേരിടലും പിറന്നാളും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ആ അതാ നല്ലത്. പ്രീ ഡിഗ്രി, പ്രീ മെട്രിക്, പ്രീ പ്രൈമറി, പ്രീപെയ്ഡ് കാർഡ് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പ്രീ ബർത്ത്ഡേ എന്ന് കേൾക്കുന്നത്. സത്യം പറഞ്ഞ ഞാനും ആദ്യമായിട്ടാ കേൾക്കണേ. എന്തിലും പുതുമ കണ്ടെത്തുക എന്നുള്ളത് കുട്ടിക്കാലം മുതൽക്കേ ഉള്ള എൻ്റെ ഒരു ശീലമാണ്. അല്ല, അതിന് കുഞ്ഞിന് 2 മാസമല്ലേ ആയുള്ളൂ. എന്തായിരുന്നാലും ശരി, അവളുടെ ആദ്യത്തെ പിറന്നാളിന് മുമ്പ് ഒരു സൂചനാ പിറന്നാൾ ആഘോഷിക്കണം. ഒരു ട്രയൽ പരിപാടി അതെ. അല്ലേ? മാത്രവുമല്ല
എനിക്ക് നൂലുകെട്ട് ചടങ്ങിന് നിങ്ങൾ ആരെയും ക്ഷണിക്കാനും സാധിച്ചില്ല. ശ്ശേ. മായ അവളുടെ കൂട്ടുകാരികളെ മാത്രമേ ക്ഷണിച്ചുള്ളൂ. കുഞ്ഞു പറഞ്ഞ സന്തോഷം പങ്കിടാൻ എനിക്കൊരവസരമാണ് ഈ പ്രീ ബർത്ത്ഡേ. കുഞ്ഞു പറഞ്ഞ സന്തോഷമല്ലേ നമ്മ കഴിഞ്ഞ ദിവസം സിറ്റി സ്റ്റാളിൽ പോയി ആഘോഷിച്ചത്. അതെ, പക്ഷേ എനിക്കെന്തോ അന്ന് സന്തോഷിക്കാൻ പറ്റില്ല. പറ്റത്തില്ല. കാരണം അന്ന് അശോക് സാറാണല്ലോ ബില്ല് പേ ചെയ്തത്. അതുകൊണ്ടല്ല. എനിവേ, ഈ ബർത്ത്ഡേ എനിക്ക് ഈ കോളനിക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി ഒന്ന് ആഘോഷിക്കണം. അത് വേണം. അന്ന് നൂലുകെട്ട് ചടങ്ങിന് വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ദേ, എന്റെ വകയായിട്ടൊരു കുഞ്ഞു മോതിരം വരെ ഞാൻ വാങ്ങി വെച്ചിരുന്നതാ. ആണോ? ആഹാ. അത് ഈ ബർത്ത്ഡേ ആഘോഷത്തിന് കൊണ്ടുവന്നാലും മതി. അല്ല, അത് മതി അല്ലേ? മതി മതി മതി. ആ, മതി. ആ. അന്ന് ഏതെങ്കിലും പ്രമുഖ വ്യക്തിയെ കൊണ്ട് മോൾക്ക് നല്ലൊരു പേരിടിക്കണം എന്റെ ആഗ്രഹം. പ്രമുഖ വ്യക്തി എന്ന് പറയുമ്പോ AKCPയുടെ അനിശ്ചിതനായ നേതാവ് കുഴപ്പമില്ല. വലിയ അഗ്രഹണനാണ്. ഏതിനൊക്കെ? അല്ല, ഈ ഇതുപോലുള്ള ഈ പേരിടിയില്, തറക്കല്ലിടിയില്, ചെറിയ ചെറിയ നാടമുറിക്കല് നല്ല എണ്ണമാണ് പുള്ളിക്ക്. ഇതുപോലൊരു മംഗളകാര്യത്തിന് അയാളെന്നും വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. വല്ല സിനിമാ താരങ്ങളെയോ സാംസ്കാരിക നേതാക്കന്മാരെയോ ആരെങ്കിലും വിളിക്കാം. അങ്ങേർക്ക് എന്ത് കുഴപ്പം? അങ്ങേക്ക് കുഴപ്പമില്ല, മറ്റുള്ളവർക്കാണ് കുഴപ്പം. വാക്കുകൾ അളന്ന് തൂക്കി വേണം ഉപയോഗിക്കാൻ. അയ്യോ, വാക്കുകൾ അളന്ന് സൂക്ഷിക്കാൻ ഞാൻ ത്രാസും കട്ടിയും കൊണ്ടുവന്നിട്ട്. നീ എന്തോ ത്രാസ് എടുക്കുന്നത്? കാര്യം പറയുമ്പോ അതിന്റെ പേരിൽ ഇനി ഒരു തർക്കം വേണ്ട. പേരിടുന്നത് രവിചന്ദ്ര നേതാവ് തന്നെ ആയിക്കോട്ടെ. അതാണ് നല്ലത്. കേട്ടാ, രവിചന്ദ്രൻ നേതാവിന്റെ പേരിടും. പേരൊക്കെ ഞാനിടും. ഒരുപാട് പേർക്ക് ധാരാളം പേര് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പടം വരണം. ഏത് പടം? എന്റെ പടം. അതെന്തിനാ? എടാ, ഒരു രാഷ്ട്രീയ പ്രമുഖനായ ഞാൻ ഒരു കുഞ്ഞിന് പേരിടുമ്പോൾ ഈ കോളനിയിലെ 4-3-7 പേര് അറിഞ്ഞാ പോരാ, ഈ നാടറിയണം. അല്ല, അതെ, വേണമടേ. ഇന്ന് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് എന്നെ പോലെ പ്രമുഖരായ ആൾക്കാരല്ലേ. എന്തിനു കൂടുതൽ പറയുന്നു? തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത് ഒരു ഹോബിയാക്കി മാറ്റിയിരിക്കല്ലേ. അതെ, പത്രത്തിലൊക്കെ പടം വരുത്താം, അതൊരു വിഷയമല്ല. അതൊക്കെ പോട്ട്. നേതാവ് ഇതിനു മുമ്പ് ആർക്കെങ്കിലും പേരിട്ടിട്ടുണ്ടോ? ഇപ്പഴങ്ങുമല്ല, പണ്ടെന്ന് പറഞ്ഞ ഉൽപ്പത്തി സമയത്താ. അല്ലടേ, പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന സാറന്മാർക്ക് ഇരട്ട പേരിട്ടിരുന്നത് ഞാനായിരുന്നു. എല്ലാ ഹിറ്റുകളാ. അണ്ടവായൻ, പേഴ്സ്, മുട്ടായി, പേപ്പെട്ടി, മിന്നല്, ഇത്തിരിപ്പെട്ടി, അങ്ങനെ എത്ര പേരുകൾ. ഈ പേര് തന്നെ ഗുരുനാഥന്മാർ പോപ്പുലർ ആയിട്ടുണ്ട്. അതെ, ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിരിക്കട്ടെ. ഇതങ്ങ് ചെന്ന് വേറെ ആരോടും പറഞ്ഞു കളയരുത് കേട്ടാ. അതൊക്കെ പോട്ടെ. ഈ ചടങ്ങെന്നാ? ശനിയാഴ്ചയാണ്. ശനിയാഴ്ച? ശനിയാഴ്ച കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ശനിയാഴ്ച ശേഷം ഈ ശനിയാഴ്ച കഴിഞ്ഞാ പിന്നെ ഞായറാഴ്ചയാണല്ലോ. അശോകേട്ടാ, ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ ബർത്ത്ഡേ പേരിടലൊക്കെ? എന്താലോചിക്കാൻ? മോളുടെ പ്രീ ബർത്ത്ഡേ ആഘോഷത്തെ കുറിച്ച് ഞാൻ കോളനിക്കാരോട് പറഞ്ഞപ്പോ അവർക്കൊരു പുതിയ കാര്യം കേട്ടോ തോന്നിയത്. എന്റെ അശോകേട്ടാ, ആഘോഷമൊക്കെ നല്ലതാ. പക്ഷേ ഈ വരുന്നവർക്കൊക്കെ ഫുഡിനുള്ള ഏർപ്പാടുണ്ടാക്കണ്ടേ? അതൊക്കെ ഞാൻ ഏർപ്പാടായി കഴിഞ്ഞു. 100-300 പേർക്കുള്ള ആഹാരം നമ്മുടെ നൗഷാദ് കേറ്ററിംഗിൽ ഏർപ്പാടാക്കിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കൊള്ളാം. അപ്പം ഇതൊരു കൊച്ചു കല്യാണം ആക്കിയല്ലേ? ആകണമല്ലോ. അല്ല, കാർത്തിയനമ്മയ്ക്ക് ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നേ? ഇത്ര ആഡംബരത്തോടെ ഇങ്ങനൊരു ആഘോഷം വേണോ? നിങ്ങൾ പറ. ശരിയാ, മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. അതാ. ആഹാ, അപ്പോ ഞാൻ പറഞ്ഞാലൊന്നും ഒരു കാര്യമില്ലേ? സാറ് പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷേ മോള് പറഞ്ഞതിലും കാര്യം ഇല്ലാതില്ല. പിന്നെ എല്ലാവർക്കും വന്നിരുന്ന മൂക്കുമുട്ട തിന്നാനും കുടിക്കാനും അല്ല ഞാൻ ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വരുന്നവരൊക്കെ എന്തായാലും കൈ വീശി വരില്ല. ഗിഫ്റ്റ് ഇനത്തിൽ നല്ലൊരു വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ശരിയാ. നാട്ടിൻപുറം പോലല്ല ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് പലർക്കും ഒരു ഗമയാ. അതിനൊരു മത്സരബുദ്ധി കാണിക്കുകയും ചെയ്യും. അതിനാ ഞാൻ ഈ ഏർപ്പാടൊക്കെ ചെയ്തത്. പോയി ചോറെടുക്ക്. കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ അങ്ങ് നടന്നാ മതി. നടത്തും ഞാൻ. നടക്കും, കാണാം. അല്ല, നേരെ എത്രയായിട്ടും ആരെയും കാണുന്നില്ലല്ലോ. കേക്ക് മുറിക്കണ്ടേ? അശോകേട്ടാ, ഇനി ദിവസം പറഞ്ഞതുവരെ മാറിപ്പോയോ? മറവി കൂട്ടങ്ങളാ. പൊന്നമ്മയും കണ്ടില്ല. ഞാൻ വിളിച്ചതാ. അപ്പൊ അവര് പെണ്ണുങ്ങൾ എല്ലാരും കൂടി ഒന്നിച്ചു വരാന്ന് പറഞ്ഞു.
രണ്ട് നേതാക്കന്മാരെ കാണുന്നില്ലല്ലോ. ഓ എനിക്ക് തോന്നുന്നു അവരാരും വരികയില്ലെന്നാ. കണ്ട ഗോളിന് കൊളവാക്കി തരുമെന്നാ തോന്നുന്നത്. ശ്ശേ, ഈ തള്ള. നിങ്ങൾ നിങ്ങളുടെ നാക്കം വെച്ചോണ്ട് മിണ്ടായിരിക്കല്ലേ. ആരോ വന്നെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സ്വല്പം വഴുതാ ഓൾഡ് കിളവി തള്ളേ. ഏ? പിന്നെ ഫിലിമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു കാര്യം, ഞാൻ ഈ സ്റ്റെപ്പ് കയറി വരുന്നതിന് രണ്ടു പടം എടുത്തോ. എടുത്തോ. ആ എടുത്തോ. ഒന്നുകൂടെ എടുത്തോ. ഓ വാ വാ. നേതാവേ, ബാലപ്പൻ എവിടെ? ദാ, ബാലപ്പൻ എവിടെയെന്ന്? അവന്റെ കാര്യം എന്നോട് പറഞ്ഞു. ഞെരടി കൊന്നുകളയും ഞാൻ. ഒരു കാർ അറേഞ്ച് ചെയ്ത് തരാന്ന് എന്നോട് പറഞ്ഞതാ. വാ. ഫോട്ടോഗ്രാഫർ ആണല്ലേ, ഒരെണ്ണം ഇവിടെ എടുക്കണേ. അപ്പൊ നേതാവ് ബാലപ്പനെ കണ്ടില്ലേ? ഇല്ലാന്ന് പറഞ്ഞില്ലേ വീക്കും ഞാൻ. ഓ നമസ്കാരം. നമസ്കാരം. താമസിച്ചു അല്ലേ? നേതാവിനെ കൊണ്ട് വരുന്ന പറഞ്ഞാ ബാലപ്പം പോയത്. അവ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ആ ഫോട്ടോ എടുത്തോ. ഫോട്ടോ എടുത്തോ. ആ, നിക്ക് നിക്ക് നിക്ക്. ഫോട്ടോ എടുത്തോ. നിക്ക്. ഇനി എടുത്തു. ആ, എടുത്തോ. മറക്കല്ലേ. സ്പ്രേ ഇരിപ്പുണ്ടോ? എന്തിനാ ഇല്ല, ഫോട്ടോ എടുക്കുമ്പോ അടിക്കാൻ. ഫോട്ടോ മണം വരില്ല. ആണോ? അതല്ലേ ഞാൻ എന്നാ എടുത്തോ. എടുത്തായിരുന്നു. ഫോട്ടോ കണ്ടോ? ആ ആ ബാലപ്പ. പിന്നെ ഡാ, ഡാ, നീ ടാക്സി വിളിക്കാൻ പോയിട്ട് എങ്ങോട്ട് പോയി? അതുപോലെ ടാക്സി വിളി കഴിഞ്ഞപ്പോ ഓട്ടോ കിട്ടിയോളൂ. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് പോന്നു. ഓ, നിന്റെ കാര്യം നടന്നില്ല. അല്ല, നിങ്ങൾക്ക് ടാക്സി കൂലി കൊടുക്കാൻ തങ്കപ്പ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവന്റെ കാര്യം അവൻ നോക്കിയോളൂ. പിന്നെ നിങ്ങളെ കെട്ടിയിട്ട് ആട്ടോ ഞാൻ അല്ല പിന്നെ ഓട്ടോ, കാറ്, കൂലി. എടാ ബാലപ്പ, ഇതുവരെ ആരും ഇവിടെ എത്തിയിട്ടില്ല. ആരോട്ട് വിളിച്ചിട്ട് കിട്ടണില്ല. കംപ്ലീറ്റ് എൻഗേജ്ഡ്. അതെങ്ങനെ കിട്ടാനാ? എല്ലാരും ഓരോരോ ചാനലുകളിൽ വിളിച്ചോണ്ടിരിക്കല്ലേ. ചാനല്ല. ആ നീ ഒന്ന് തെളിച്ചു പറ ബാലപ്പ. ആ ഇപ്പൊ എല്ലാരും മുൻകൂർ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പാട്ടാ? സാങ് സാങ്ക. സോങ്ങന്ന്. സോങ്. ആ കല്യാണമായാലും 16 അടി യന്ത്രമാണെങ്കിൽ ടി വിയിൽ വിളിച്ച് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണല്ലോ പുതിയ രീതി. അതെ അതെ അതെ. ഏതായാലും ജോത്സ്യൻ പറഞ്ഞ സമയം തീരാറായി. അയ്യോ. പേരിടാനോ മാറ്റാനോ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ആയിക്കൊള്ളണം. ബാലപ്പ താങ്കി വന്നേ. എന്ത് സാറേ? എന്ത് ഞാനിനി എന്ത് ചെയ്യും പറ. എന്ത് ചെയ്യാനാ? പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോളനിക്കാരെങ്കിലും ഈ പരിപാടി പങ്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ 10-300 പേർക്ക് ഫുഡ് പറഞ്ഞതോ? 300 പൊതിയല്ലേ ഉള്ളൂ. ആ. അത് നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, 10 പൊതി ഞാൻ എടുത്തോളാം. നിങ്ങൾ അനാഥനാണോ? എനിക്ക് അച്ഛനും അമ്മയില്ലല്ലോ. അല്ല അത് ശരിയാട്ടാ. ബാക്കി എന്തോ അപ്പൊ ബാക്കി 290 കേരളത്തിലുള്ളവരെല്ലാരും അനാഥരല്ലേ? ഇയാളെ അവർക്ക് കൊടുത്താൽ അത് പറയുന്ന കൊള്ളൂ. വെറുതെ ഫുഡിന് മാത്രമായി 2800 രൂപ. പേരിടൽ ചടങ്ങിന് മൊത്തം ചെലവ് 5720 രൂപ. കാശ് മൊത്തം പോയി. ശ്ശോ. ഉദ്ദേശിച്ച വരെ എത്ര പിരിഞ്ഞു കിട്ടി? എല്ലാം കൂടെ ഒരു 1000 രൂപയുടെ ഉടുപ്പും സോപ്പ് പൊട്ടിയും മാത്രം. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇതൊന്നും വേണ്ടാന്ന് കേട്ടില്ലല്ലോ. അനുഭവിച്ചോ? ഉള്ളത് തന്നെ. കൊച്ചു തലയെ കൈവച്ച് പറഞ്ഞതാ ഇത് വേണ്ട വേണ്ടെന്ന്. അല്ലെങ്കിൽ സാറിന് ഇച്ചിരി എടുത്തിയാട്ടം കൂടുതലാ. നിങ്ങളും കേട്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞല്ലേ തള്ളേ? ഞാൻ വിചാരിച്ച ഈ കോളനിയിൽ ആളുകൾ ഇത്ര നക്കികളാണെന്ന്. ഓ, ഇതുപോലെ സഹകരണമില്ലാത്ത ആളുകളെ ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഓ, അല്ല, കുഞ്ഞിന് 2 കളിപ്പാട്ടം വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തൊരു സാമ്പത്തിക ശാസ്ത്രം പറച്ചിലായിരുന്നു. കണക്ക് കൂട്ടലുകൾ ചെറുതായിട്ടൊന്ന് തെറ്റി. ഇഞ്ഞെടുത്താട്ടെ, ഞാൻ കൂട്ടി തരാം സാറേ. ഈ കണക്ക് കൂട്ടൽ തെറ്റിന്നല്ല പറഞ്ഞത്, എന്റെ പ്ലാനിങ് തെറ്റിന്നാ പറഞ്ഞത്. ഇതോ ആരോ ഇങ്ങനെ വന്നിരിക്കുന്നു. എടുത്താട്ടെ മോളെ. ആ അമ്മയുടെ വാവിങ്ങ വായോ. അമ്മയുടെ മണിക്കുട്ടി എന്താടാ? എന്താ? PS അശോക് കുമാർ. അതെ. സാറിന് ഒരു രജിസ്റ്റേഡ് ഉണ്ട്. ജവഹർ കോളനി ആയിരുന്നല്ലേ താമസം? ആ. ഇവിടേക്ക് റീഡയറക്ട് ചെയ്താ. മായേ, മായേ, മായേ. സാർ,
അപ്പോയിന്റ്മെന്റ് ഓർഡർ ആ ആണല്ലേ? അതെ അതെ ഇതിരിക്കട്ടെ. ശരി.